ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ പേര് രാജി. ഇതെൻ്റെ അച്ഛനും അമ്മയും. ഞാൻ 10/12/22 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മയും തിരുകുമാരനും എനിക്ക് നൽകിയ 2 രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാല് 2 നീരും തുടയ്ക്ക് നീരുമായി ബ്ലീഡിങ്ങും ക്ഷീണവുമായി ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു ബയോപ്സി ചെയ്യണമല്ലോ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പം ഒരു പേടി പോലെ തോന്നി. മുഴയുള്ളതായിട്ട് കാണിക്കുന്നു. ഇയാളുടെ സെർവിക്കൽ ഭാഗത്ത്, അതായത് ഗർഭാശയ മുഖഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ കാണുന്നു. അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഡോക്ടർ പറഞ്ഞു, അതിനകത്ത് നോക്കിയപ്പോൾ 3 ഫൈബ്രോയിഡ് മുഴകളുണ്ട്. ഒന്ന് ഒരു ഇച്ചിരി വലിപ്പമുള്ള 5 സെൻറ്റിമീറ്ററുള്ള മുഴയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു 3 ദിവസത്തെ മരുന്ന് വെച്ചിട്ട് വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ അന്നേരം എൻ്റെ അമ്മയെ വിളിച്ചത്, എൻ്റെ അമ്മയും അച്ഛനുമാണ്. എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അമ്മ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് എന്തോ വേണം. അന്നേരം പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ അമ്മയില്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് എൻ്റെ ഈ സെപ്റ്റംബർ 24/9/2025 ഞാൻ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തിരി 3:30 ആയി സമയം. അപ്പം ഞാൻ വിചാരിച്ച് അച്ഛനെ കാണാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ 2 പേരും കൈ കോർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം ഇവിടെ ഇച്ചിരി ആൾ കുറഞ്ഞിട്ടുണ്ട്. അന്നേരം അമ്മ പറഞ്ഞ്, നമുക്ക് പോയി എന്തായാലും ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഓഫീസിൽ ചെന്നൊന്ന് സംസാരിച്ച് നോക്കാം, നീ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെയായിട്ട് ഓഫീസിൽ ചെന്നവൻ പറഞ്ഞു, പെട്ടെന്ന് ചെല്ല്, ഇപ്പം അച്ഛൻ പോവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളുടെ ഒരു തുണ്ടെഴുതി തന്ന് അച്ഛനെ വന്ന് കണ്ടപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു അച്ഛനെ. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ച് അടിവയറ്റിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇത് ഈ അന്ന് തൊട്ട് എൻ്റെ കഴുത്തിലിട്ടേക്കും അതാണ്ട് ഈ കാശ് കുരിശ് അതും തന്ന്, എന്നിട്ട് സൈത്ത് പൂശാൻ തന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അങ്ങനെ അന്നേരം സൈത്ത് പൂശാൻ തന്ന് ഞാൻ അങ്ങോട്ട് നടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, അമ്മേ എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ അമ്മയുടെയും എൻ്റെ ഈശോയുടെയും കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് ആ ഭാഗത്തോട്ടിട്ട് വൈകുന്നേരമായി. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് എൻ്റെ അമ്മയുടെ ആ മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോഴത്തേനും ഞാൻ ചുറ്റും വട്ടം നോക്കി, എൻ്റെ അടുത്തെങ്ങും ആരും കാണുന്നുമില്ല. പക്ഷേ അവിടെല്ലാം മുല്ലപ്പൂ വിറ്റ് അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയി അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി സൈത്ത് പൂശി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് രാത്രി ആയപ്പോൾ ഞാനിങ്ങനെ മലന്ന് കിടന്നപ്പോൾ എൻ്റെ വയറ് ഉരുണ്ട് കയറുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവിടം വരെ ഉരുണ്ട് കയറ്. ആദ്യം ഒന്ന് എഴുന്നേറ്റ് വീണ്ടും എണ്ണിച്ച് വീണ്ടും കിടന്നപ്പോൾ എൻ്റെ വയറ് ഉരുണ്ട് മേളോട്ട് കയറാം. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇറങ്ങി. പിറ്റേ ദിവസം തന്നെ അമ്മ വന്ന് ഞാനും അമ്മയും കൂടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ അവിടെ നിന്നും ഗർഭാശയ മുഖത്തിൽ നിന്ന് സ്മിയർ ടെസ്റ്റിനായിട്ടാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ ക്യാൻസർ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയണം, അവിടെ ഒരു നിറവ്യത്യാസമായത് കൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു. 3-ാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഞങ്ങൾ ചെന്ന് വാങ്ങിച്ചപ്പം ഞാൻ ഇതിനെല്ലാം പോകുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് കാര്യത്തിനും പോത്തുള്ളൂ. അന്ന് തൊട്ട് അച്ഛൻ തന്ന ഈ കാശ് കുരിശ് എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഊരത്തില്ല. അങ്ങനെ ചെന്നപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് ചിരിച്ച്, എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് പേടിയില്ലെന്ന് വെച്ചാൽ എൻ്റെ ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അന്നേരം പറഞ്ഞ്, ഇതിനകത്ത് ചെറുതായിട്ട് ഒരു ആസ്കസ് എന്ന HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമിയസ് വൈറസ് എന്നാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ചെറുതായിട്ട് മൈൽഡ് ചേഞ്ച് രൂപത്തിലാണ് ഇത് കാണുന്നത്. ഇത് ചിലവർക്ക് ഇത്
ക്യാൻസറിൻ്റെ ഒരു ചെറിയ ടെൻഡൻസി ഒന്ന് വരാനായിട്ടൊരു ചാൻസ് പോലെ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും പറഞ്ഞു, ഒരിക്കലുമില്ല, മാതാവ് അങ്ങനെ എനിക്കൊരിക്കലും വരുത്തത്തില്ല, അതെനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം. ഞാൻ വെളുപ്പിനെയും കൂടി ഇരുന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയുടെ ആ തിരിയിൽ അമ്മയെ തെളിഞ്ഞ് ഞാൻ നല്ല വൃത്തിയായിട്ട് അമ്മയുടെ രൂപം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട് എൻ്റെ മനസ്സിനുള്ളിൽ നല്ല ദൃഢതയുണ്ട്, ഒരിക്കലും അങ്ങനെ വരുത്തത്തില്ല എൻ്റെ അമ്മയെന്ന്. അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ വീടം കൊല്ലവ. അന്നേരം അമ്മ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഓങ്കോളജി ഡോക്ടറെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓങ്കോളജി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിനകത്തുണ്ട് സംഭവം, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, മുഴയും കൂടി ഇല്ലേ, അപ്പം നമുക്കിതങ്ങ് ന്യൂട്രൻസ് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം 27-ാം തീയതിയിലത്തേക്ക് ഡേറ്റ് എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അപ്പം ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും നല്ല പനിയെന്ന് വെച്ചാൽ ആർക്ക് വിണ്ണിക്കാൻ രീതിയിലുള്ള പനിയായി. അപ്പം 24-ാം അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയുടെ റാലിയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ എത്ര പനിയായിട്ടും എൻ്റെ കുടുംബസഹിതം എൻ്റെ അമ്മയും അച്ഛനും മക്കളും ഞാനും എല്ലാം കൂടെ പക്ഷേ ഞങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും വരാതെ ഞങ്ങൾ അവിടെ വരെ ആർത്തിക്കൽ പള്ളിയിൽ വരെ നടന്നു പോകാൻ ഞങ്ങളെ അമ്മ അനുഗ്രഹിച്ചു. പോകുമ്പോഴെല്ലാം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് സൗഖ്യം തരണമേ, അതിനകത്ത് മാരകമായ ഒന്നും തന്നെ കാണല്ലേ എൻ്റെ അമ്മേ, എൻ്റെ യൂട്രൻസ് പോവാൻ ഇടയാകരുതേ അമ്മ മാതാവേ, എൻ്റെ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ അമ്മയോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനില്ല എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രിയായി. പിറ്റേ ദിവസമായപ്പം എനിക്കൊരു ഫോൺ കോൾ വരുന്ന ഞങ്ങളെ അറിയാവുന്ന ഒരു ചേച്ചിയാണ്. പക്ഷേ ഞാനത് വിചാരിക്കുന്നില്ല, ചേച്ചിയല്ല, എൻ്റെ മാതാവ് തന്നെയാണ്. ഞങ്ങളെ അമ്മ ആദ്യം വിളിച്ച്, ആ ചേച്ചി അങ്ങനെ വിളിക്കുന്ന പോലുമില്ല, പിന്നെ എന്നെ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് ഈ റിസൾട്ട് എല്ലാമായിട്ട് ഒരു ഗൈനക്കോളജി ഡോക്ടറുണ്ട് നല്ല NSCയിൽ ഇരിക്കുന്ന, ആ ഡോക്ടറെ നമുക്കൊന്ന് പോയി ചേച്ചി അവളെയായിട്ട്. പക്ഷേ അത് വിളിച്ചത് എൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് നല്ല വിശ്വാസം. അങ്ങനെ ഞങ്ങൾ പോയി ആ ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് ഇത് ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി അവിടെ ഓപ്പറേഷനുള്ള. അപ്പം പറഞ്ഞ് ഇതൊക്കെ എന്തിനാ ഒത്തിരി ഓപ്പറേഷൻ, ഇതിന് ടെസ്റ്റ് ഓപ്പറേഷനൊക്കെ. അന്നേരം എനിക്ക് ഈ ജപമാല റാലി പങ്കെടുത്ത് വന്നതിന് ശേഷം എനിക്ക് ബ്ലീഡിങ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ഒന്നും കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പറയാതെ തന്നെ ഡോക്ടറെ റൂമിൽ തന്നെ അൾട്രാസൗണ്ട് ചെയ്യുന്ന യന്ത്രമുണ്ടായിരുന്നു, അവിടെ വെച്ച് തന്നെ അത് നോക്കിയപ്പം ഡോക്ടർ നോക്കിയപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അയ്യോ ഇതിന് അത്ര വലിയ ഈ കാണുന്ന അത്രയും മുഴയൊന്നുമില്ലല്ലോ, 5 സെൻറ്റിമീറ്ററുള്ള 2 കുഞ്ഞു ഫൈബ്രോയിഡാണെന്നല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മറ്റത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അവിടുന്ന് ഈ ഹ്യൂമൻ പാപ്പിലോമിയ വൈറസിൻ്റെ DNA ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂട്രസ് എടുക്കുന്ന കാര്യമോ പിന്നീടുള്ള കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരവും പോയപ്പോൾ ഉടമ്പടി തൈലം അടിവയറ്റിൽ പുരട്ടി 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ചെല്ലുമ്പോഴെല്ലാം അമ്മയുടെ കാശുകുരിശ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഞാൻ വെച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു. അപ്പം എൻ്റെ അമ്മയും അതേ കണക്ക് ചെല്ലും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എന്തായാലും എടുത്ത് അയക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സെർവിക്സിൽ നിന്ന് ആ സെൽസ് എടുത്ത് പരിശോധിക്കാനായിട്ട് വിട്ടു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ പോയി റിസൾട്ട് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ക്യാൻസറിൻ്റെതായ ഒന്നും തന്നെ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എനിക്ക് ഈ സൗഖ്യം തന്നതിന്. രണ്ടാമതായെന്ന് വെച്ചാൽ എനിക്ക് ഈ ആഹാരം കഴിച്ചാൽ വയറ്റിൽ നിന്ന് പെട്ടെന്ന് ആഹാരം കഴിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആൾ. അങ്ങനെ ഇവർ 3 വർഷം കൊണ്ടുണ്ട്. ഇത് വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും, അമ്മയുടെ ഉപ്പ് വെള്ളത്തിലിട്ട് ചെറുതായിട്ട് കുടിച്ച് അങ്ങനെ എനിക്ക് ഒത്തിരി അത് മാറിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞ് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഗ്യാസ്ട്രോളജിയെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊളോണോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇലിയം എന്ന് പറയുന്ന വയറിൻ്റെ ഒരു കുടലിൻ്റെ ഭാഗത്തായിട്ട് ഒരു അൾസസ് പോലെ കാണപ്പെടുന്നു, അൾസറിൻ്റെ, അതൊന്ന് കുത്തിയെടുത്ത് ഒരു ബയോപ്സിക്കൊന്ന്
വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ കയറുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നെക്കൊണ്ട് എത്ര പ്രാവശ്യം ചെല്ലാം അത്രയും പ്രാവശ്യം. പക്ഷേ രോഗം എന്തുവാന്ന് കണ്ടുപിടിക്കണം മാതാവി. പക്ഷേ എനിക്ക് മാരകമായ ഒരു രോഗങ്ങളും അതിനകത്ത് വരുത്തരുതെന്ന് എൻ്റെ അമ്മയോടും എൻ്റെ തിരുകുമാരനോടും ഞാൻ മുട്ടിപ്പായി എത്ര പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാം. ആ കിടത്തി കൊളോണോസ്കോപ്പിക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ കിടന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതിൻ്റെ റിസൾട്ട് 10 ദിവസം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇയാൾക്ക്. അത് പിന്നെ അതിനും 2 ടാബ്ലറ്റ് തന്നു. അതിപ്പോൾ കഴിച്ചതിൽ എനിക്ക് പൂർണ്ണമായിട്ടും അത് ഒത്തിരി മാറ്റമുണ്ട്. അതിനും എൻ്റെ അമ്മയെടുത്തും തിരുകുമാരൻ്റെ അടുത്തും ഞാൻ കോടാനുകോടി നന്ദി. ഈ സൗഖ്യങ്ങളെല്ലാം തന്ന എൻ്റെ അമ്മ മാതാവിന്, എൻ്റെ ഈശോയ്ക്ക് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ ഇനി എൻ്റെ ജീവിതം ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യൂട്രസ് റിമൂവ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ബ്ലീഡിങ്ങും കുറഞ്ഞ് എൻ്റെ ഫൈബ്രോയിഡ് ഞാൻ നടന്നു അമ്മയെടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിന് നന്നായിട്ട് ചുരുങ്ങിയെന്നാണ് പറഞ്ഞത് ഡോക്ടർ നോക്കിയപ്പം. അതിനും എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ പത്രം കൊണ്ടുവന്ന് ഇത് ഞാൻ അപ്പോൾ അവർ ചോദിക്കും എന്തിനാണ് പത്രം കൊടുക്കുന്നത്. ഞാൻ കാര്യങ്ങൾ പറയും ഇതുപോലെ കാര്യങ്ങളെന്ന്. അതിന് ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ 5 കെട്ട് പത്രം വാങ്ങിച്ച് കൊടുക്കാനായിട്ട്. പത്രങ്ങൾ, ആശുപത്രി, സ്റ്റാൻഡുകൾ, ആര് വേണ്ട അതിൻ്റെ കൂടെ കാശ് കുരിശും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. ആര് വേണ്ടാന്ന് പറഞ്ഞാൽ ഇനി തന്നേരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആൾക്ക് കൊടുത്തോളാം എന്ന് പറയും. പിന്നെ അങ്ങനെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി പത്രങ്ങൾ കൊടുക്കും, പള്ളിയിൽ കൊണ്ട് കൊടുക്കും, സ്റ്റാൻഡുകളിൽ കൊണ്ട് കൊടുക്കും, ഹോസ്പിറ്റലിൽ കൊണ്ട്. അതിനായിട്ട് രാവിലെ ഞാനത് ചുമ്മാതല്ല, അത് ഞാനിരുന്ന് ഓരോന്നും വായിച്ചിട്ട് അതിനകത്ത് ഞാൻ വിശ്വാസ പ്രമാണം എന്ന് എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ ഓരോന്നും ഞാനിരുന്ന് വായിക്കും. അതെല്ലാം വായിച്ച് നോക്കിയിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അല്ലാതെ എന്നിട്ട് ഇതിനകത്ത് ചെന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ചിലവരത് വാങ്ങിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട, കഴിഞ്ഞ് തന്നേടെ വേറെ ആൾക്ക് കൊടുക്കാം. ഇതിന് അവകാശപ്പെട്ട ഒരു യോഗ്യതയുള്ളവരുമുണ്ട്, അവർക്ക് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് വെച്ച് പള്ളികളിൽ ഇരിക്കുന്നവരും ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അനാഥാലയമുണ്ട്. അത് പിന്നെ വയ്യാത്ത അച്ഛനമ്മമാരൊക്കെ ഉള്ളവിടെ. അവിടെ പോയി എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള പൈസകൾ ഞാൻ അവർക്ക് കൊടുക്കും. ആഹാരത്തിനുള്ള വക കൊടുക്കും. അവരുടെ കൂടെ ഒത്തിരി നേരം ഇരിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് ഏറ്റവും വലിയൊരു പുണ്യമായാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം എൻ്റെ അമ്മയുടെയും തിരുകുമാരൻ്റെ ഒരേ അനുഗ്രഹമാണ്. എനിക്ക് ഉടമ്പടി ഇനിയും വിശ്വസ്തയോട് തുടരാൻ കഴിയണമേ എൻ്റെ മാതാവേ എന്ന് ഞാൻ മുട്ടിപ്പായി എൻ്റെ അമ്മയെടുത്തും എൻ്റെ തിരുകുമാരൻ്റെ അടുത്തും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. അവർ നിന്നെ ഫ്രിഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചല്ലോ. യേശുവിൽ പ്രിയമുള്ളവരെ, രാജി പുത്തൻകാടിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മോൾക്കുണ്ടായിരുന്ന സങ്കടകരമായ 2 രോഗങ്ങളിൽ നിന്ന് പരിശുദ്ധമ്മ തൊട്ട് സുഖപ്പെടുത്തി. അമ്മയുടെ സാന്നിധ്യമാണ് ആ മോൾ ഇവിടെ അൾത്താരയിൽ വന്ന് പറഞ്ഞത്. അവൾ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന 2 രോഗങ്ങളിൽ നിന്നും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചെന്നാണ് ആ മോള് പറയുന്നത്. ഉടമ്പടി ജീവിതം ഇതാണ്. വിശ്വാസപ്രമാണം എത്ര ചൊല്ലിയെന്നറിയില്ല, പ്രദക്ഷീകരണ പ്രാർത്ഥന എത്ര പ്രാവശ്യം ചൊല്ലിയെന്നറിയില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാത്രമല്ലേ എനിക്കുള്ളൂ, ഞാൻ ഉടമ്പടി എടുത്ത മോളല്ലേ, അമ്മ മാത്രമേ എനിക്കുള്ളൂ എന്ന്. അന്ത്യം വരെ, നിത്യത വരെ അമ്മയോട് കൂടി മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. ഉടമ്പടി വിട്ടൊരു ജീവിതം എനിക്ക് ഇനി ഇല്ല എന്നാണ് ആ മോള് നമ്മോട് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിൽ കുറവുകൾ കൂടാതെ അന്ധകാരമുള്ളിടത്ത് വിശുദ്ധിയോടുകൂടെ പ്രകാശമായി കടന്നു വന്ന് പരിശുദ്ധമ്മ പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഈ മോളെ മാറ്റുകയാണ്. ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവളെ ഒരുക്കിയത് അവൾക്ക് ഉടമ്പടിയോടുള്ള വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും കൊണ്ട് ആ ജപമാല റാലിയിലൂടെ അമ്മയോട് സംസാരിച്ചു കൊണ്ട് നടന്ന ആ പ്രാർത്ഥന, ആ വലിയ അത്ഭുതം
ജപമാല ഓരോ മണികളും ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കയ്യിൽ പിടിക്കും. ജപമാല തീരുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കും. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്താൽ ഉടമ്പടി ജീവിതത്തിൽ അവൾ മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന അമ്മ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ വലിയ അത്ഭുതം ഈ മോൾക്ക് ചെയ്തു കൊടുത്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിതങ്ങൾ നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.